ഹായ്, ഇസ്മി ഫ്രണ്ട്സ്. എല്ലാവർക്കും ബ്ലാക്ക് ടവൾ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊരു വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ ലൈഫ് വാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. ടി.വി.കെ ദളപതി വിജയ് അപ്പോൾ കേന്ദ്ര സർക്കാരിനെയും സംസ്ഥാന സർക്കാരിനെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്പീച്ചാണ് ഇപ്പോൾ ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഡിസംബർ 6, അതായത് ഇന്നലെ ചെന്നൈയിൽ നടന്ന അംബേദ്കറുടെ ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ഡിസംബർ 6-നാണല്ലോ അദ്ദേഹം അന്തരിച്ച ദിവസം. അപ്പോൾ അതിനോടനുബന്ധിച്ച് ചെന്നൈയിലൊരു പുസ്തക പ്രകാശനം, അംബേദ്കറുടെ പുസ്തക പ്രകാശന ചടങ്ങ് നടക്കുകയുണ്ടായി. ആ ചടങ്ങിനിടയിൽ വിജയും ആ ചടങ്ങിന് പങ്കെടുത്തിരുന്നു, ക്ഷണം ലഭിച്ചിരുന്നു. ടി.വി.കെയുടെ തലവനായിട്ടുള്ള അങ്ങനെ രീതിയിലാണ് അദ്ദേഹത്തിന് ക്ഷണം ലഭിച്ചത്. അപ്പോൾ അദ്ദേഹം സംസാരിക്കുമ്പോഴാണ്, അദ്ദേഹത്തിൻ്റെ സ്പീച്ചിലാണ് അദ്ദേഹം സർക്കാരിനെ, കേന്ദ്ര സർക്കാരിനെയും സംസ്ഥാന സർക്കാരിനെയൊക്കെ രൂക്ഷമായി വിമർശിച്ചത്. അതാണ് ഇപ്പോൾ ശ്രദ്ധേയമായി കൊണ്ടിരിക്കുന്നത്. അതായത് തൻ്റെ രാഷ്ട്രീയ പാർട്ടി ടി.വി.കെ തമിഴക വെട്രിക്കഴകം ആരംഭിച്ചതിന് ശേഷം ഒക്ടോബർ 27-നാണ് അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ മാനാട് അല്ലെങ്കിൽ ആദ്യത്തെ പാർട്ടി സമ്മേളനം നടത്തിയത്. അദ്ദേഹത്തിൻ്റെ സ്പീച്ച് ഉണ്ടായിരുന്നു. വളരെ ശ്രദ്ധേയമായ വാക്കുകളായിരുന്നു അപ്പോഴവിടെ അദ്ദേഹം പ്രസംഗിച്ചതെന്ന് പറയാം. അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായ രണ്ടാമത്തെ സ്പീച്ചാണ് ഇന്നലെ അംബേദ്കർ പുസ്തക പ്രകാശ ചടങ്ങിനിടെ നടന്നത്. അതുകൊണ്ട് തന്നെയാണ് തമിഴ് മാധ്യമങ്ങളെല്ലാം ഈ വാർത്ത വളരെ വളരെ ഹെഡ്ലൈൻസായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം. അതോടൊപ്പം ബി.ജെ.പിയും DMK-യും വിമർശിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്പീച്ചും വളരെയധികം ശ്രദ്ധേയമായി. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് വളരെ കോൺഫിഡൻ്റ് ആയിട്ടൊരു വിജയാണ് എനിക്ക് തോന്നിയത്. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ശൈലിയിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്പീച്ചിലും എല്ലാം വളരെ ആത്മവിശ്വാസത്തോടു കൂടി സംസാരിക്കുന്നു. എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തിയത് എന്താണെന്ന് വെച്ചാൽ, വളരെ സൈലൻ്റ് ആയിട്ടൊരു മനുഷ്യന്, അതായത് ചെറുപ്പം തൊട്ടേ വളരെ സൈലൻ്റ് ആയിട്ടൊരു മനുഷ്യന് രാഷ്ട്രീയത്തിൽ അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്കൊക്കെ ഒരു ഡൗട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം അധികം സംസാരിക്കില്ല, അങ്ങനെ ഒരാൾ എങ്ങനെ രാഷ്ട്രീയത്തിൽ വന്ന് തിളങ്ങാനാവും എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ അംബേദ്കറിനെ പോലൊരു ഒരാളെക്കുറിച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. നല്ല രീതിയിൽ അദ്ദേഹം സംസാരിച്ചു. അംബേദ്കറിനെ കുറിച്ച് സംസാരിച്ച് അതിനിടയ്ക്ക് രാഷ്ട്രീയം കൂടെ കൂട്ടിക്കലർത്തി ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചും സർക്കാരുകളുടെ ഇതിനെക്കുറിച്ചുമൊക്കെ അദ്ദേഹം സംസാരിച്ചു. അതായത് വളരെ കയ്യടിയാണ് അദ്ദേഹം അവിടെ നേടിയതെന്ന് പറയാം. അതോടൊപ്പം അദ്ദേഹം ഫെങ്കൽ ചുഴലിക്കാറ്റിൽ ബാധിച്ചവർക്ക് സഹായം ചെയ്തിരുന്നു. അതായത് ഇതിൽ ബാധിച്ചവർക്ക്, വെള്ളപ്പൊക്കത്തിൽ അല്ലെങ്കിൽ മഴയിൽ ബാധിച്ചവർക്ക് അദ്ദേഹം തന്നെ പനയൂർ ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് സഹായം നൽകിയത്. അതായത് അരിയും പച്ചക്കറികളും കാര്യങ്ങളുമൊക്കെ ഭക്ഷണ കിറ്റുകളൊക്കെ വിതരണം ചെയ്തത്. അപ്പോൾ അതിനെതിരെ രൂക്ഷ വിമർശനമായിരുന്നു തമിഴ്നാട്ടിലുണ്ടായത്. കാരണം തൻ്റെ ഓഫീസിൽ വിളിച്ചു വരുത്തി കൊടുക്കുക, ഒരിക്കലും അങ്ങോട്ട് പോയി കൊടുക്കേണ്ടതാണ്, അത് തൻ്റെ വീട്ടിൽ വന്ന് വിളിച്ചു വരുത്തി കൊടുത്തു എന്നും പറഞ്ഞ് അദ്ദേഹത്തെ ട്രോൾ ചെയ്യായിരുന്നു. അതിനെതിരെയുമൊക്കെ അദ്ദേഹം മറുപടി കൊടുത്തിട്ടുണ്ട് ഈ സ്പീച്ചിൽ. അതായത് അവിടെ പോയി അങ്ങനെ ചെയ്യേണ്ട കാര്യവും, അല്ലെങ്കിൽ അവിടെ പോയി അങ്ങനെ ചെയ്യാനും, അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയ കൊടുക്കുവാനും ഒന്നും എനിക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല ഞാനിത് ചെയ്യുന്നതെന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. അപ്പോൾ അങ്ങനെ തന്നെ വിമർശിച്ചവർക്കും അദ്ദേഹം ചുട്ട മറുപടി കൊടുത്തു. അതോടൊപ്പം 2026 ഇലക്ഷനെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. അതോടൊപ്പം വിടുതലൈ ചിരുത്തൈ, അതായത് തമിഴ്നാട്ടിലെ ഒരു ദളിത് കക്ഷിയാണ് വിടുതലൈ ചിരുത്തൈ, അതായത് DMK-യുടെ ഒരു സഖ്യകക്ഷിയാണ്. അപ്പോൾ അതിൻ്റെ നേതാവ് തിരുമാവളൻ, അദ്ദേഹം ഈ ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി ഇരുന്നതാണ്. പക്ഷേ അദ്ദേഹം വന്നില്ല. അദ്ദേഹം വരാത്തത് DMK-യുടെ പ്രഷർ മൂലമാണെന്നാണ് വിജയ് ഇന്നലെ പറഞ്ഞത്. അതുകൊണ്ട് എല്ലാം കൊണ്ടും വിജയുടെ സ്പീച്ച് വളരെയധികം ശ്രദ്ധ നേടി. നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള, നല്ല അറിവോടുകൂടി സംസാരിക്കുന്നതായിട്ടാണ് നമുക്കൊക്കെ ഫീൽ ചെയ്തത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രോത്ത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു അത്ഭുതം തോന്നുന്നുണ്ട്. സാധാരണ ആദ്യത്തെ രാഷ്ട്രീയ സമ്മേളനം ഫുള്ള് ഫിലിം സ്പീച്ച് അല്ലെങ്കിൽ പഞ്ച് ഡയലോഗ്സ് മാത്രമാണെന്ന് പറഞ്ഞ് തമിഴ് മീഡിയാക്കൾ കളിയാക്കിയിരുന്നു. പക്ഷേ അതിലേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ചുകൂടെ മെച്യൂർഡായിട്ട്, കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ട് അദ്ദേഹം സംസാരിക്കുന്നു കാണുമ്പോൾ അത് വളരെ സന്തോഷം നൽകുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രോത്ത്. ഏതായാലും ജയിച്ചാലും തോറ്റാലും 2026 ഇലക്ഷന് പുള്ളി 2 കൽപ്പിച്ചാണ് ഇറങ്ങുന്നതെന്ന് ഇന്നത്തെ സ്പീച്ചോടെ കണ്ടപ്പോൾ ഒന്നുകൂടെ നമുക്ക് മനസ്സിലായി. തമിഴക വെട്രിക്കഴകം തലവർ ദളപതി വിജയ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.